ഇപ്പോൾ CCTV ഇപ്പോൾ നമ്മൾ നൽകുന്ന മൂന്നര സമയത്ത് 3:20 സമയത്തെ CCTV ഫുട്ടേജാണ്. അത് അതിൽ വ്യക്തത വരുത്തിയതുമാണ്. കാരണം അത് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. അവിടെ നിന്ന് എന്ത് സംഭവിച്ചു, അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നതാണല്ലോ അറിയേണ്ടത്. അപ്പോൾ പോലീസിന് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവരുൾപ്പെട്ട CCTV ഫുട്ടേജ് കൂടുതൽ ലഭിച്ചിട്ടുണ്ടാകുമല്ലോ ഉറപ്പായും, അല്ലേ? വിജയകുമാർ, പോലീസ് നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ 100-ലധികം CCTV ദൃശ്യങ്ങൾ ഇതിനകം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിവരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഈ സംരക്ഷണം ചെയ്യുന്ന ഈ CCTVയിലാണ് കുഞ്ഞിനെ അംഗനവാടിയിൽ നിന്നും വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3:20 CCTVയിലെ സമയം. അപ്പോൾ അംഗനവാടി സാധാരണ കുഞ്ഞുങ്ങളെ വിടുന്നത് 3 മണിക്കാണ്. രക്ഷിതാക്കൾ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് 3 മണിക്കാണ്. അങ്ങനെയെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞ് CCTVയിൽ പതിഞ്ഞ ഈ ഒരു ദൃശ്യമാണ് പോലീസിന് ഈ അമ്മയും കുഞ്ഞും പോകുന്നതുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. മറ്റ് CCTVകളിൽ നിന്ന് പോലീസിന് ഇതിനപ്പുറത്തേക്കുള്ള ഒരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും പോലീസ് വലിയ രീതിയിൽ പല പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ രാത്രി തന്നെ പരിശോധിച്ച് ഈ സമയത്ത് കുഞ്ഞും അമ്മയും ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ആലുവ മണപ്പുറത്തുൾപ്പെടെ പരിശോധന നടക്കുന്നത്. ആലുവ മണപ്പുറം വിശാലമായ ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പരിശോധന നടക്കുന്നുണ്ട്. പോലീസ് ക്യാമ്പിൽ നിന്നുൾപ്പെടെ പോലീസുകാർ ഇറങ്ങിയാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ വലിയ രീതിയിൽ 2 രീതിയിൽ അന്വേഷണം നടക്കുന്നു. ഒന്ന്, കുഞ്ഞിന് വേണ്ടിയുള്ള അന്വേഷണം. 2, കുഞ്ഞിലേക്ക് എത്തുന്ന വിവരങ്ങൾ തേടിയുള്ള അന്വേഷണം. അതിലാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നേരത്തെ അമ്മയുടെ ഭാഗത്ത് നിന്ന് കുഞ്ഞിനെ മൂഴിക്കുളം ഭാഗത്ത് ഉപേക്ഷിച്ചതായിട്ട് ഒരു മൊഴി ലഭിക്കുന്നത്. ഇതോടുകൂടിയിട്ടാണ് മൂഴിക്കുളത്ത് പുഴയുടെ ഭാഗത്തും മറ്റും അന്വേഷണം നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അങ്കമാലിയിൽ നിന്ന് ഫയർഫോഴ്സിനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിയത്. പുഴയിൽ രാത്രിയിൽ തിരച്ചിൽ നടത്താൻ ഉൾപ്പെടെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ പരിശോധനകളും അന്വേഷണവും ഒരേ ദിശയിൽ തന്നെ തുടരുകയാണ്. കുട്ടിയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ മാത്രമാണ് ഇതുവരെ ഒന്നും ലഭിക്കാത്തത്. ഇപ്പോഴും നാട്ടുകാർ ഉൾപ്പെടെ കൂടുതൽ തിരച്ചിലിന് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഈ രാത്രി പുലരുമ്പോഴേക്കും കുഞ്ഞിനെ കണ്ടെത്താനാകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും വെച്ചു പുലർത്തുന്നത്. അതെ, ശ്യാം പറഞ്ഞതുപോലെ ശുഭപ്രതീക്ഷയോടെ എല്ലാവരും ഈ തെരച്ചിലിൽ പങ്കെടുക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. വിവരങ്ങൾ നൽകാൻ പറ്റുന്നത് ഒരാൾക്ക് മാത്രമാണ്, അമ്മയ്ക്ക് മാത്രം. പക്ഷേ നിർഭാഗ്യവശാൽ അമ്മയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് അമ്മ പറയുന്ന മുഴുവൻ മൊഴിയിൽ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോലീസ് തെരച്ചിൽ നടത്തുക. മൂഴിക്കുളത്ത്, അതുപോലെ തന്നെ ആലുവ പുഴയുടെ തീരത്ത്, ആലുവ അതുപോലെ മണപ്പുറത്ത്, ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇതിനോടകം പോലീസിൻ്റെ പരിശോധന നടത്തി. തന്നെയുമല്ല, മറ്റു ജില്ലകളിലേക്ക് കൂടി ഈ പോലീസിൻ്റെ തെരച്ചിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ ഈ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. മറ്റു ജില്ലകളിലെ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. ഈ ആലുവ കേന്ദ്രീകരിച്ച്, ആലുവ, പറവൂർ, മൂഴിക്കുളം ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ തെരച്ചിൽ നടക്കുന്നത്. അത് ഈ 3:30 മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ പറയുന്ന 11 മണി വരെയുള്ള സമയത്ത്. അപ്പോൾ അതിനിടയിലാണ് പോലീസിന് വിവരം ഒരു പരാതിയായി ലഭിക്കുന്നത്. അപ്പോൾ ആ സമയത്തിനിടയിൽ അവരെത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്ന മട്ടിൽ, അവർക്ക് ഒരുപക്ഷെ പരിചിതമായ സ്ഥലങ്ങൾ എന്ന മട്ടിൽ ആ ഭാഗത്താണ് കൂടുതൽ തെരച്ചിൽ നടക്കുന്നത്. തിരുവാങ്കുളത്തു നിന്ന് KSRTC ബസ്സിലോ സ്വകാര്യ ബസ്സിലോ അവർ കയറി ആലുവ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാകാം എന്നതാണ് ഏതാണ്ട് ഒരു ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു വിവരം.